ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ്. ഈ ഒരു കടുക്കായി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നല്ല ഒരു 100 കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മുടിയുടെ ആരോഗ്യത്തിനും ഒരു മികച്ച ഔഷധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റമിനുകളും മുടി നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും മികച്ച പരിഹാരം നൽകുന്നു. അപ്പോൾ ഞാനിവിടെ 2 കടുക്കായി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ ഇടികല്ലിട്ട് ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇടികല്ലിട്ടൊന്ന് ഇടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഇടികല്ലിട്ട് ഇടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ആ ഒരു തോലൊക്കെ ഞാനൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കടുക്കായി ഈ ഒരു പരുവത്തിലാണ് കേട്ടോ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു കടുക്കായി പൊടിച്ചത് കൊണ്ട് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ല എങ്കിൽ ന്യൂസ് പേപ്പറും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിലേക്ക് നമ്മൾ വിക്സ് വേപ്പറപ്പാണ് കേട്ടോ ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്താണ് ഞാൻ ആ തൈലം എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഈവണായിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്നല്ല ഒരു 100 കാര്യങ്ങൾ തന്നെ നമുക്ക് ഈ ഒരു കടുക്കായി പൗഡർ കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൽ ആദ്യത്തെ കാര്യമാണ് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ കൊതുകിനെയും പല്ലീനെയും പാറ്റകളെയും അതുപോലെ തന്നെ പൊടിയീച്ചകളെയും ഓടിക്കുക എന്നുള്ളത്. അപ്പോൾ തൈലം തേച്ചതിന് മുകളിലേക്കായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് തന്നെ കടുക്കായി പൊടിച്ചത് നമുക്ക് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കോഫി പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അത് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിലേക്ക് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കടുക്ക പൗഡറും അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ടിഷ്യൂ പേപ്പർ നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലിട്ട് കൊടുത്ത കടുക്ക പൗഡറും അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും പുറത്തേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഈ ഒരു കടുക്ക പൗഡറിന് ഹർട്ടാക്കി എന്നുള്ളൊരു പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പർ ഇതുപോലെ നമ്മുടെ പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കത്തിച്ചെടുക്കാം. നമ്മൾ കത്തിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു തൈലവും കടുക്ക പൗഡറിൻ്റെയും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിൽ നിന്ന് വരുന്ന ആ ഒരു പുക അത്രത്തോളം നല്ലതാണ് കേട്ടോ. വൈകുന്നേര സമയത്ത് ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ റെഡിയാക്കിയിട്ട് നമ്മൾ കത്തിച്ചാൽ മാത്രം മതി. രൂക്ഷമായിട്ടുള്ള കൊതുക് ശല്യം പൊടിയീച്ചകളുടെ ശല്യം നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല ഈ ഒരു മണമടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പല്ലികളും പാറ്റകളും കാണാണ്ട് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റിലും ഒരുപാട് ശല്യക്കാരായ പാമ്പിനെയൊക്കെ ഓടിക്കാൻ ഈ ഒരു ടിഷ്യൂ പേപ്പർ കത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പുകയുടെ സ്മെല്ല് മാത്രം മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പുക വന്ന് തുടങ്ങി. ഇത് നമ്മൾ വൈകുന്നേര സമയത്ത് നമ്മുടെ വീടിൻ്റെ ഉൾവശം മുഴുവനായിട്ടും പ്രത്യേകിച്ച് കേർട്ടൻ്റെ പുറകിലും കട്ടിലിൻ്റെ അടിയിലും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ അടിയിലും ഫ്രിഡ്ജിൻ്റെ പുറകിലൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലൊന്ന് കാണിച്ച് ആ ഒരു പുക എല്ലായിടത്തും എത്തുന്ന പോലെ നമ്മൾ ചെയ്തു വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ രൂക്ഷമായിട്ട് കാണപ്പെടുന്ന കൊതുകിനെയും പൊടിയീച്ചകളെയൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു തമിഴ്നാടൻ സ്റ്റൈൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റിലുള്ള ഒരു ചട്നി ഒന്ന് നമുക്ക് തയ്യാറാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ അളവിലേക്ക് തുവരപ്പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും റേഷൻ തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും റേഷൻ തുവരപ്പരിപ്പ് ഉണ്ടാവണം എന്നില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ആ ഒരു തുവരപ്പരിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ അത് എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ആ ഒരു റോ ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊന്ന് വറുത്തെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നിലക്കടലയാണ് കേട്ടോ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലേക്ക് തോലോടുകൂടി തന്നെ ചേർത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നിലക്കടല നിങ്ങൾ ചേർക്കുമ്പോൾ തോല് കളഞ്ഞിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം തന്നെ നമ്മുടെ ആ ഒരു തുവരപ്പരിപ്പിൻ്റെ കളർ നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ 4 വലിയ അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ എരിവിനാവശ്യമായിട്ടുള്ള വറ്റൽമുളകും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വറ്റൽമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ചട്നിയിലേക്ക് ആവശ്യമായ സവോളയാണ് കേട്ടോ. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോള നല്ല രീതിയിൽ വേഗത്തിൽ തന്നെ ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയൊരു തുണ്ട് പുളിയാണ്. ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ നമ്മുടെ ചട്നിയിലേക്ക് പുളി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സവോള ഒരു കണ്ണാടി പദത്തിലാവുന്ന വരയ്ക്കും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് ചൂടാറണം. അതായത് ചെറിയ ചൂടോടെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ചട്നി നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. മാത്രമല്ല ചട്നിക്ക് അരയ്ക്കുന്ന സമയത്ത്
ചെറിയ ചൂടോടുകൂടിയുള്ള വെള്ളത്തിൽ അരച്ചെടുക്കുകയാണെങ്കിൽ ചട്നിക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ചട്നി തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതും തേങ്ങ ഒട്ടും ചേർക്കാണ്ട് കൊണ്ട്, തേങ്ങയോ പൊട്ടുകടലയോ ഒന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ, മസാല ദോശ, ഇഡ്ഡലി ഇതിലേക്ക് മാത്രമല്ല കേട്ടോ, നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ ഇതൊന്നും മാത്രം മതി. വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അത്രത്തോളം ടേസ്റ്റിയും ഹെൽത്തിയുമാണ് ഈ ഒരു ചട്നി. ഇനി നമ്മുടെ ചട്നിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളകും ചേർത്തൊരു താളിപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ഇടികല്ലിലിട്ട് ഇടിച്ച് വെച്ച് നമ്മുടെ കടുക്കയാണ് ഞാൻ ഇതുപോലൊന്ന് അരിച്ചെടുക്കുന്നത് കേട്ടോ. നല്ല ഫൈൻ പൗഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലൊന്ന് അരിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിലേക്കാണ് കടുക്കപ്പൊടി ഞാനിവിടെ അരിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് കടുക്കപ്പൊടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അകാല നിറ മാറ്റാൻ കടുക്ക വളരെയധികം ഫലപ്രദമാണ്. ഇത് മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനും നരച്ച മുടികൾ മാറി കറുപ്പ് നിറം വരാനും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല മുടിയുടെ വേരുകളെ ശക്തമാക്കാനും സഹായിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് ബ്ലാക്ക് ഹെന്ന പൗഡറും അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് നെല്ലിക്കപ്പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ഹെന്ന ഞാനിവിടെ ആയുർവേദിക് ഷോപ്പിൽ നിന്നും ഓർഗാനിക് ആയിട്ടുള്ള ബ്ലാക്ക് ഹെന്നയാണ് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കെമിക്കലൊന്നും ഇല്ലാതെ കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഹൈബിസ്കസ് ഇല, അതായത് ചെമ്പരത്തിയുടെ ഇല അരച്ച ആ ഒരു മിശ്രിതം കൂടെ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡൈ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമായ മുടി വല്ലാണ്ട് ഡ്രൈ ആവുക എന്നുള്ളൊരു പ്രശ്നം ഇല്ലാണ്ട് കൊണ്ട് പാർലറിൽ നിന്നും നമ്മൾ മുടി നന്നായിട്ട് മിനുസപ്പെടുത്തിയാൽ എങ്ങനെ ഉണ്ടാവുമോ അതുപോലെ നല്ല ഷൈനിങ് ആക്കിയിട്ട് നമുക്ക് ഡൈ ചെയ്ത് കഴിയുമ്പോൾ മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാ ചെമ്പരത്തി ഇലയുടെ മിശ്രിതം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ നരച്ച മുടിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വെറും 1/2 മണിക്കൂർ സമയം മാത്രം മതി കേട്ടോ. നമ്മുടെ മുടിയിലെ ആ ഒരു വെള്ള മുടിയൊക്കെ നന്നായിട്ട് തന്നെ കറുപ്പായിട്ടുണ്ടാകും. മാത്രമല്ല ഈ ഒരു രീതിയിലാണ് നമ്മൾ ഹെഡ് ചെയ്ത് വരുന്നതെങ്കിൽ ക്രമേണ നമ്മുടെ ആ ഒരു വെള്ള മുടി ഗ്രാജുവലായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നാച്ചുറലായിട്ട് കറുപ്പാവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല ഈ ഒരു കടുക്ക പൗഡറും ചേർത്തിട്ടുള്ള ഹെഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് തന്നെ നല്ല തിക്കായിട്ട് വളരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. മുടിയുടെ വേരുകൾ നല്ല രീതിയിൽ തന്നെ ശക്തിപ്പെടുത്താനും രക്തയോട്ടം വർദ്ധിക്കാനും ഒക്കെ നമ്മുടെ ഈ ഒരു കടുക്ക സഹായിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഇനി ഹെയർ ഡേ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളും ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഹെയർ ഡേ നിങ്ങൾ കഴുകി കളയുന്ന സമയത്ത് മൈൽഡായിട്ടുള്ള സോപ്പ്, ഷാമ്പു എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. മാത്രമല്ല ഒരുപാട് ദിവസത്തേക്ക് ഈ ഒരു കളർ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. കടുക്ക നമ്മുടെ മുടിക്ക് തരുന്ന ഗുണങ്ങൾ ഞാൻ ഇവിടെ മുഴുവനായിട്ടും ഷെയർ ചെയ്യുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് തന്നെ കൂടിപ്പോകും. അതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ച് മാത്രം ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.